ഇല്ലെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സൺഡേ സ്കൂൾ ഉണ്ടെന്ന് പക്ഷേ മെസ്സേജിനകത്തില്ല. ഇതേ ഉള്ളൂ, OVVS സമ്മേളനമെന്നേ ഉള്ളൂ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നേരത്തെ മോനുകുട്ടനെ പള്ളിയിൽ കൊണ്ടുവിട്ടു. ഇന്നലെ OVVS കഴിയുമായിരുന്നു. അപ്പോൾ രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരത്തിന് കുഞ്ഞുങ്ങളെല്ലാം ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ മോനെ കൊണ്ടുവിട്ട് ഞാൻ വന്ന് പിന്നെ കുറേ തുണികളെല്ലാം കഴുകി ഞാൻ പള്ളിയിൽ പോവാട്ടോ. കുർബാന 8 മണിക്ക് തുടങ്ങും. ഒരു 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങി. ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരുടെ കമൻ്റൊക്കെ വായിക്കുന്നുണ്ട്. ഒക്കെ സമയം പോലെ ലൈവ് വരാം, കമൻറ്റ് വായനയുള്ള ഒരു വീഡിയോ ഇടാം, ഒക്കെ ചെയ്യാം. ഇപ്പം അതിനുള്ളൊരു സാഹചര്യമല്ല. ഇന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ല. പക്ഷേ 2-3 ദിവസം ആയില്ലേ എന്ന് ഓർത്തിട്ടാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും അങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഓരോ ദിവസവും തരുന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങളോടും ദൈവത്തോടും നന്ദി. കുർബാനയൊക്കെ കഴിഞ്ഞു. ഇനിയും പള്ളിയിൽ OVBSൻ്റെ സമാപന സമ്മേളനമാണ് കേട്ടോ. അതിന് മുമ്പ് ലഘുഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, മീറ്റ് റോളും ജ്യൂസും ഒക്കെ. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ ഇങ്ങോട്ട് വന്നതാണ്. അതൊക്കെ കഴിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. എല്ലാം കുറേശ്ശെ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഹലോ, ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ പറഞ്ഞോ, അതാണ് പറഞ്ഞാൽ പറയുന്നത് വല്ലപ്പോഴും കേൾക്കണം. എപ്പോഴും കേൾക്കണ്ട, വല്ലപ്പോഴെങ്കിലും കേൾക്കണം കേട്ടോ. OVBSന്റെ തീം എന്തായിരുന്നു? ഉണർന്നിരിക്കെ. എന്തിനാണ് ഉണർന്നിരിക്കുന്നത്? എപ്പോഴാണ് ഉണർന്നിരിക്കേണ്ടത്? രാത്രി പകൽ സമയത്ത് വേണ്ട. നീ എന്താ വാണ്ടാണ് പണിയാൻ? യേശു അച്ഛാ ഹേ, യേശു അച്ഛാ ഹേ, യേശു അച്ഛാ ഹേ, അച്ഛാ ഹേ മുझको. അത്രയും പാട്ട് കഴിഞ്ഞു. പാട്ട് കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്ക്, പാട്ട് കഴിഞ്ഞു. യേശു അച്ഛാ ഹേ. യേശു അച്ഛാ ഹേ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്, നല്ലവനാണ്. യേശു നല്ലവനാണ്. യേശു അച്ഛാ ഹേ, യേശു അച്ഛാ ഹേ, യേശു അച്ഛാ ഹേ, അച്ഛാ ഹേ മുझको. മുझको എന്ന് പറയുന്നത് എനിക്ക് യേശു നല്ലവൻ. യേശുവിനെ കാണണം. യേശുവിനെ കാണണം. അഭിമരത്തിലൊളിച്ചവനെ പേരുവിളിച്ചുവല്ലോ, അഭിമരത്തിലൊളിച്ചവനെ പേരുവിളിച്ചുവല്ലോ. ആർക്കുവാൻ പോയല്ലോ വിടിനുരക്ഷവരുത്തിയല്ലോ, ആർക്കുവാൻ പോയല്ലോ വിടിനുരക്ഷവരുത്തിയല്ലോ. പോയല്ലോ വീടിനൊളിച്ചവനെത്തിയല്ലോ, പാർക്കുവാൻ കൂടെ പോയല്ലോ
ഉള്ളപ്പോഴൊക്കെ അധ്യക്ഷ സ്ഥാനത്തിരുന്നോ? ഞാൻ ഇല്ലാത്തപ്പോഴൊക്കെ അധ്യക്ഷ സ്ഥാനത്തിരുന്നോളാം. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വിശുദ്ധ യോഹന്നാൻ 3:16. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കൃത്യമായിട്ട് നമ്മുടെ ആഷ്ന ക്രാഫ്റ്റ് ചെയ്ത് നൽകുകയായിരുന്നു. അത് ആദ്യം അച്ഛൻ്റെ കയ്യിലേക്കൊന്ന് ആഷ്ന തന്നെയായിരിക്കും അത് നൽകുന്നത്. അച്ഛൻ ആരെങ്കിലും മുന്നോട്ട് വന്നേ, ഇത് റിലീസ് ചെയ്യാൻ. സീനിയർ സാറ സാറ റൂട്ട്സ് ബി ആണ് എന്നെ എടുത്തത്. നെസ ബോബി, നെസ സേറ സേറ വന്നിട്ടില്ല, സേറ വന്നിട്ടില്ല, ഒന്ന് വാങ്ങിച്ചു. ലിയോണ ലിയോണ, ജെനീറ്റ ജോൺ, ജെനീറ്റ, ജോയൽ ജോയൽ വാ ജോയൽ. എല്ലാവരും ചേർന്ന് പാട്ട് മൈക്ക് തരാം. ജില്ല
പൗഡർ ഇടുന്നില്ല. കാക്ക വിളിച്ചാ കൊക്കാവോ? അതില്ല. ആ ഞാൻ എന്തെന്ന് പോലും നീ നോക്കിയില്ലല്ലോ. മോനു കഴിച്ചോ? വീഡിയോ എടുക്കാൻ അവനൊരു കല്ലിഞ്ഞുണ്ടോക്കളെ ഇവിടെ ഇട്ടിട്ട് അമ്മ എന്നിരിക്കട്ടെ. ഇവിടെ 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 ചക്കയപ്പം. ഒരാടെ മുഖം കണ്ടു. പള്ളി പോയിട്ട് വന്ന് പിന്നെ നമ്മൾക്ക് അങ്ങ് ജോലിയായിരുന്നു. ഓണാക്ക മോട്ടർ. ആ പിടി വരും. രണ്ട് പറിച്ചെങ്കിലും വെക്കും. മുളക് ഒടിഞ്ഞു പോരുക നിൽക്കട്ടെ. ഇത് ഉണ്ടായാലേ മുളക് കുറെ കൂടെ വാരി ഒത്തിരി വീതം നട്ടേക്കുന്നുണ്ട്. അവിടെ ഉണ്ട് തക്കാളിക്ക. ഉണ്ടായിരുന്നു. മഴ ചാർന്നു. ബാ പോ. പോട്ടെ. മഴയാ പ്രിയങ്ങള്. തുണി വറുക്കാൻ ഓടി വന്നതാ. അയ്യോ രാവിലെ കഷ്ടപ്പെട്ട് പാടുപെട്ട് കഴുകിയിട്ടതാ. അയ്യോ നനയുമെന്ന് പേടിച്ച്, പക്ഷെ നനഞ്ഞില്ല. ഇന്ന് ഇവർക്ക് തീർന്നു. അപ്പൊ അവിടെ പരിപാടിയൊക്കെ ആയിരുന്നു ഉച്ചവരെ. ആണോ? ലഡുവോ അതുവല്ല മതി. അയ്യോ എന്തൊരു ചൂടാ പ്രിയങ്ങളെ. രാത്രി പള്ളിയിൽ പോയിട്ട് നമ്മൾ ഉച്ചയായി വന്നപ്പം അമ്മയുടെ അടുക്കലോട്ട് പോയി. അവിടെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ആയിരുന്നേ. വൈകുന്നേരമായി പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഫ്രീ ആയപ്പോൾ. അപ്പോൾ ഇന്നലെ മീനൊക്കെ മേടിച്ച് അമ്മയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ അത് രാവിലെ കറിയൊക്കെ വെച്ചിട്ടാണ് പള്ളിയിലൊക്കെ പോയത്. ഞാൻ രാവിലെ തുണിയെല്ലാം കഴുകിയിട്ടിട്ടാണ് ഇറങ്ങിയത്. എനിക്കറിയാം വൈകുന്നേരം ഈ നേരം ആകും വന്ന് കയറുമ്പോഴാണ്. അതുകൊണ്ട് തുണിയെല്ലാം കഴുകി. 2 പേരയ്ക്ക എൻ്റെ മോനെക്കുട്ടിന് എനിക്ക് 2 പേരയ്ക്ക പറിച്ച്, കുറച്ച് പച്ചമുളക് കണ്ണിട്ട് വെച്ചേക്ക്. ഞാനില്ലേ അത് ഇത് ആദ്യം ഞാൻ നോക്കി, പഴത്തില്ല പറിച്ചു നോക്കി. പിന്നെ ഞാൻ നോക്കിയതേ ഉള്ളു, ഞാൻ തിന്നില്ല. പിന്നെ ഞാൻ തൊട്ട് നോക്കുന്നത് പോയിട്ട് കുളിക്കാം. അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നം. കുളിക്കട്ടെ. അമ്മയുടെ അടുക്കുന്ന ചോറും മീൻകറിയൊക്കെ എടുത്തോണ്ട് വന്നു. ഇത് രാവിലെ അമ്മ ചക്കയപ്പം ഉണ്ടാക്കിയായിരുന്നു.
പക്ഷെ നമ്മൾ രാവിലെ കഴിച്ചില്ല. രാവിലെ പള്ളിയിലുണ്ടായിരുന്നു, പള്ളിയിൽ നിന്ന് കഴിച്ച്. ഉച്ചയ്ക്കും പള്ളിയിലായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി എടുത്തോണ്ട് പോരുന്നു. ഇവിടെ ഇരുന്ന് കഴിക്കാം. ഒന്ന് കുളിച്ചിട്ട് വരട്ടെ പ്രിയങ്ങളെ. വെയിലും കൊണ്ട് പൊടി അടിച്ച് ഭയങ്കര തലവേദന. കുളിക്കട്ടെ, കുളിച്ച് വരാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കുറെ തലവേദനയായിരുന്നു വെയിൽ കൊണ്ട് എൻ്റെ. പിന്നെ വെയിലും ചൂടും എല്ലാം കൂടെ. ആ 2 മണി തൊട്ട് ഒരു 5-5:30 വരെ നമ്മൾ ബിസിയായിരുന്നു. മാമിയും ജാനിക്കുട്ടിയും കുക്കുമൊക്കെ വന്ന് അവർ അങ്ങ് പോയി. പിന്നെ അധിക സമയം നിന്നില്ല. കുളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം. മഴ ചാറുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പെയ്യുന്നില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവരും കമൻ്റ് ഇട്ടു, എന്താ പറയുന്നത്, സന്തോഷമുള്ള വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ. സന്തോഷമുള്ള വാർത്തയിലേക്കൊക്കെ നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അത്ര ഈസി അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിലേക്കൊക്കെ എത്തപ്പെടാൻ കുറേ കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആകുമ്പോൾ എൻ്റെ പ്രിയങ്ങളോട് ഞാൻ പറയാം. ഇപ്പം അതിൻ്റെ ഒരു താഴത്തെ ചവിട്ടുപടിയിൽ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഓക്കെ ആവട്ടെ. നിങ്ങളോടല്ലെങ്കിൽ പിന്നെ ഞാൻ ആരോട് പറയാൻ? നിങ്ങളാണ് എൻ്റെ ഈ ജീവിതം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ നിങ്ങളോട് എനിക്കിത് പറയണമല്ലോ. നിങ്ങളോട് പങ്കുവച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും ഞാനത് പറയും. പബ്ലിക്കിൽ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ് എന്നും അന്നും ഇന്നുമെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നത്. നിങ്ങളോട് ഷെയർ ചെയ്ത് നിങ്ങൾ അഭിപ്രായം പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ ഇനി എന്ത് സംഭവിച്ചാലും എന്ത് വന്നാലും നന്മയായാലും തിന്മയായാലും നിങ്ങളോട് പറഞ്ഞിരിക്കും. ഇടി മുഴങ്ങുന്നുണ്ട്. മഴയൊന്ന് പെയ്തായിരുന്നെങ്കിൽ നല്ലായിരുന്നു. നല്ല മഴയായിരുന്നു. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നു. പിന്നെ നമുക്ക് ചോറുണ്ടാം. തലവേദന, ഗുളിക കഴിക്കണം. അല്ലെ പിന്നെ രാവിലെ ഞാൻ എഴുന്നേക്കത്തില്ല, ജോലിക്ക് പോകണം. അമ്മയുടെ അടുക്കൽ നിന്ന് കുറച്ച് പച്ചമുളകും തക്കാളിയൊക്കെ എടുത്തിട്ട് വന്നതാണ്. നമ്മുടെ അത്താഴം വിളമ്പൊക്കെ തുടങ്ങാം. ഡെയിലി ഇനി ഇത് മുടക്കം വരാതെ വീഡിയോ ഇടാൻ ആഗ്രഹമില്ലാഞ്ഞല്ല, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും വീഡിയോ ഇല്ലാതിരിക്കുന്നത് കേട്ടോ. പിന്നെ മോനുകുട്ടോ, ഇന്നലെ ഞാൻ മോരൊക്കെ കറി വെച്ചു. ഇമ്മണി ചിക്കൻ ഇരിപ്പുണ്ട്, അതൊക്കെ ഫ്രൈ ചെയ്താണ്. ഇന്നലെ ചോറുണ്ട്, മോരൊക്കെ ഇരിപ്പുണ്ട്. ഒരു തോരൻ വെച്ചായിരുന്നു, അതുമൊക്കെ ഉണ്ട്. വേണ്ടേ? ചോറ് വിളമ്പി, മോര് കറി ഒഴിക്കട്ടെ. ഇത് ക്യാരറ്റും ക്യാബേജും കൂടെ തോരൻ വെച്ചതാണ്. ഈ കേര മേടിച്ചായിരുന്നു, അമ്മ കറി വെച്ചത്. ഇച്ചിരി ചാറൊഴിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും ഒക്കെ നന്ദി. നാളെ കാണാട്ടോ. ടാറ്റ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.